യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ. വചനം പറയുന്നു 97 സങ്കീർത്തനം 10 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കണം. ദോഷം കണ്ട് രസിക്കുവാനല്ല, ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരണമായി ജീവിക്കുവാനല്ല, ലോകത്തിൻ്റെ ആദിപാദങ്ങളിലേക്ക് പോകുവാനല്ല ഒരു ദൈവജനം നിങ്ങൾ ദോഷത്തെ വെറുക്കേണ്ടവരാണ്. ദോഷത്തെ വെറുത്തെങ്കിൽ മാത്രമേ ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോട് സ്നേഹിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വചനം പറയുന്നത്, പിമ്പിലുള്ളതൊക്കെ മറന്ന് നിങ്ങൾ മുമ്പിലേക്ക് ലക്കിലേക്ക് ഓടുക. പിമ്പിലുള്ളത് മറന്ന്, പിമ്പിലുള്ള സാഹചര്യങ്ങളെ മറന്ന്, ആ പഴയ ജീവിതത്തെ മറന്ന്, പഴയ സാഹചര്യങ്ങളെ മറന്ന് നിന്റെ ഓട്ടം ലക്ഷ്യത്തിലേക്കായിരിക്കുക. നിന്റെ നോട്ടം ക്രിസ്തുവിലായിരിക്കുക. നിത്യതയായിരിക്കണം. നിത്യത പ്രാപിക്കുക, കർത്താവിന് കൂടെ ആ നിത്യയുഗത്തിൽ വാഴുവാൻ പ്രത്യാശയോടെ ഇറങ്ങിത്തിരിച്ച ദൈവ പൈതലേ, നിന്നിൽ ദോഷം കാണല്ലേ, നിന്നിൽ ജഡ സ്വഭാവങ്ങൾ കാണല്ലേ. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മുഴുവൻ നീ ഉരിഞ്ഞു കളഞ്ഞ് ആ ദോഷത്തെ വേർത്തിട്ട് നീ ദൈവത്തെ സ്നേഹിച്ച ദൈവകൽപ്പനകളിൽ പ്രമാണിച്ച് വിളിക്ക് യോഗ്യമായി നടന്നാൽ നിന്റെ പ്രാണന് ഹാനി വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദുഷ്ടന്റെ കയ്യിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അനർത്ഥങ്ങളിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അപകടങ്ങളിൽ നിന്നെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ പ്രാണന് ഹാനി വരാതെ വണ്ണം ദൈവം സൂക്ഷിക്കുവാൻ ശക്തനാണ്. ഇന്ന് പകൽക്കാല കുഞ്ഞെ, ദൈവം നിന്നെ സൂക്ഷിക്കണം, ദൈവം നിന്നെ പരിപാലിക്കണം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നിന്നെ ബാധിക്കാതിരിക്കണമോ? വചനം പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുക, ദൈവകൽപ്പനകളിൽ പ്രമാണിക്കുക. അവൻ്റെ വിളിക്ക് യോഗ്യമായൊന്ന് കീഴ്പ്പെട്ട് നീ നിന്നാൽ നിനക്കുമ്പാൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ആ പ്രതികൂല സാഹചര്യങ്ങളെ നിന്റെ മുന്നിൽ നിന്നും കർത്താവ് വഴിമാറ്റാൻ പോകുന്നു. 97 സങ്കീർത്തനം 3 പറയുന്നു, തീ അവന് മുമ്പായി പോകും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവ് നിനക്ക് മുമ്പായി പോയാൽ ഇന്ന് നീ അനുഭവിക്കുന്നതായ സകല വൈരികളെ ദൈവം ദഹിപ്പിച്ച് കളയും. കാരണം കർത്താവ് പറയുന്നു, കർത്താവിനെ നീ സ്നേഹിച്ച ദോഷത്തെ വെറുത്താൽ യേശു ക്രിസ്തു മുഖാന്തരം